എടാ, ഈ സിറ്റി മുഴുവനും ഞാൻ നശിപ്പിക്കുമെടാ. അന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് വലിയ ശക്തിയില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇരട്ടി ശക്തിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ, ഞാനിത് ഇങ്ങോട്ട് എന്തായാലും കുഴപ്പമില്ല. ഇവിടെ വന്നിച്ചിരി ഷോ ഓഫ് കാണിക്കാം. എടാ, ഇറങ്ങി വാടാ. സിറ്റിയുള്ള മുഴുവൻ ആൾക്കാരും എന്നെ എല്ലാവരും ഇതാക്കണം, പേടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത് കണക്ക് ഇടിച്ച് പൊട്ടിയും. അയ്യോ, ഈ പ്ലെയിൻ ഇടിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇത് പൊട്ടുന്നില്ല കേട്ടോ. നമ്മൾ സത്യമായിട്ട് വലുതാണ്. അല്ലെങ്കിൽ കാണിച്ചു തരാണ്. അതാണ്ട് ഇതേ കണക്ക് പൊട്ടും. താണ്ട് ഇന്ന പ്ലെയിൻ കിടക്കുന്ന കണ്ടോ? അതേ കണക്ക് നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ വന്ന് 2 ഒറ്റടി പൊട്ടുന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ. ഇന്നിങ്ങനെ ഒറ്റടിയിൽ പൊട്ടും. കണ്ടോ 2 പൊട്ടാതെ കണ്ടോ. ഒറ്റടിയിലൊക്കെ ഉള്ള ഇതൊക്കെ അത്രേ ഉള്ളു. ആരുടെ എന്നെ അവിടെ നിന്ന് തുഴത്താൻ പോകുന്നത്? അവനൊന്ന് എന്റെ മുന്നിലോട്ട് വന്നേ, ഒന്ന് കാണിച്ചു തരാടാ. പറയുമ്പോഴില്ല ആർമി ബേസ് വരെ ഇത് പോവാ. അവന്മാർക്ക് അതിന്റെ കാത്തിരിക്കുകയായിരിക്കും. നോക്കൂലടാ, ഞാനാണെങ്കിൽ ഗ്രീൻ ഹൾക്കാടാ. എന്റെ പവറുകൾ എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ എന്റെ പവർ ഞാൻ കാണിച്ചു തരാടാ. ചാടുമ്പോൾ ആ ഭൂമി പൊട്ടും. അല്ലെങ്കിൽ എന്നെ എതിർക്കാൻ വീഴുന്നവർ ഇതുപോലെയായിരിക്കും, പറന്ന് നടക്കും ഏറിൽ. നീ പറയടാ, ആറ് എന്നെ ഇവിടെ തളയ്ക്കാൻ വീഴുന്നോ? പോടാ ലോകത്തിൽ എന്നെ തളയ്ക്കാൻ വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ ഈ ലോകം മുഴുവൻ ചാടി നശിപ്പിച്ചിരിക്കും. അല്ലെങ്കിൽ എന്നെ എല്ലാവരും ആരാധിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. ഓ, എന്റെ ശക്തി ഒന്നുകൂടെ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. എത്രമാത്രം ചാടുന്നു അത്രമാത്രം എനിക്ക് ശക്തി കൂടും. ആരടാ എന്നെ എതിർക്കാൻ? ഈ ലോകത്ത് ആരുമില്ലടാ. ഇറങ്ങി വാടാ, എതിർക്കാനുള്ളവൻ. ഇന്ന് നിന്നെയൊക്കെ പപ്പടം പോലെ ഞാൻ പൊടിച്ചു തരാടാ. പെട്ടെന്ന് എന്റെ കാലിന് ചോട്ടിൽ വന്നിരുന്ന പെട്ടെന്ന് തന്നെ നിനക്കൊക്കെ പപ്പടം കിടക്കാവാം. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ചാടുന്ന പരിപാടി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ ലോകം ഈ സിറ്റി തന്നെ ചാടി പൊട്ടിക്കും. എടാ, അന്ന് ഞാനിവിടെ വന്നപ്പോൾ എടുത്തറുണ്ടായിരുന്നില്ല. അവന്റെ പേരെന്താ? ഫ്രാങ്ക്ലിൻ. അവനെയൊക്കെ ഞാനിന്ന് തുഴത്തും. ഓ, ഇവിടെയെല്ലാം ലോക്ക്ഡൌൺ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് ഒന്നും ഇറങ്ങി വീഴുന്നില്ല. എന്റെ ശക്തിയുടെ മുമ്പിൽ എല്ലാവരും പേടിച്ച് വീട്ടുകളിൽ ഇരിക്കുകയായിരിക്കും. ഇവിടെ എല്ലാം ഞാൻ ചാടി പൊട്ടിക്കും. ആര് പേടിച്ചിരുന്നാലും ഞാൻ എല്ലാരെയും വീട്ടിൽ ചെന്ന് എല്ലാവരെയും പൊട്ടിച്ചു കളയും. എന്റെ ഈ ഒരു കൈ മതി ഒരു ബിൽഡിംഗ് തകർക്കാൻ. ഞാനങ്ങനെ ആർമി ബേസിൽ വന്നു. ഇനിയാണ് എന്റെ കളികൾ ഇവിടെ നടത്താൻ പോകുന്നത്. ഓരോരുത്തനെ ഞാൻ ഇടിച്ചിടിച്ച് പാപ്പണമാക്കും. ആർമി ബേസിലല്ലേ ശത്രുക്കൾ ചെല്ലേണ്ടുള്ള ഈ സിറ്റിയിലെ. ഞാനാടാ ഇവിടുത്തെ ശത്രു. എന്നെ വാടാ, എന്നെ വെടിവെക്കടാ. വാ ഓരോരുത്തരായിട്ട് വാടാ. ആണാണെങ്കിൽ ഉമാരെല്ലാം കൂട്ടത്തോടെ ഒന്ന് വെടിവെക്കുകയാണെങ്കിൽ എന്റെ പവർ എല്ലാം ഇരട്ടി കുറയുമല്ലോ. അപ്പൊ ഓരോരുത്തരായിട്ട് പാടാ. ആണാണെങ്കിൽ എന്റെ പവർ പോവല്ലേ. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആർമി ബേസിലോട്ട്. എർത്ത് കമ്പിയല്ലേ അവിടെ ഇരിക്കുന്നത്, അതിനകത്ത് തട്ടുകയാണെങ്കിൽ എന്റെ പവർ പോവും. അയ്യോ, എന്റെ പവർ കുറഞ്ഞു. എനിക്ക് എന്റെ ശക്തികൾ പയ്യെ കുറയാനായി. വെടികൾ എന്റെ നെഞ്ചിലോട്ട് ആക്കുന്നു. ഇത് വെറും വെടിയല്ല, ഷോക്കാണ്. എനിക്ക് പേടിയുള്ള കാര്യമാണ് ഷോക്ക്. എന്നെ കൊണ്ട് പറ്റൂല ഈ ഷോക്കൊന്നും. അയ്യോ, എന്നെ വെടിവെക്കല്ലേ. എനിക്ക് ഷോക്ക് പേടിയാണ്. അതൊക്കെ അങ്ങ് പണ്ട്. ഞാൻ കാണിച്ചു തരാടാ. ഇപ്പോൾ എന്നെ ഷോക്ക് ഏൽപ്പിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. ചെറുതായിട്ട് പോലും എന്റെ ശക്തി കുറയത്തില്ല. എന്തായാലും ഇവിടെയെല്ലാം ഞാൻ ഇടിച്ചിടാൻ നോക്കുകയാണ്. ഒന്നും ഇടിയേകുന്നില്ല. അയ്യോ, ഒരു പവർ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വല്ലതും നിൽക്കട്ടെ. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ രാവിലെ എണീച്ചപ്പോഴാണ് ഗൈസ് ആർമി ബേസിൽ നിന്നൊക്കെ ഒരു വിളിയും കാര്യമൊക്കെ വന്നത്. അവിടെ ആണെങ്കിൽ ഒരു ഹൾക്ക് എന്ന് പറഞ്ഞൊരു ഒരുത്തൻ ചെന്നെന്നാണ് പറഞ്ഞ. ഒരു പച്ച ഉടുപ്പും പച്ച കളറും പിന്നെ ഒരു കുരുട്ട് നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് ചെന്നെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച ഗൈസ്, ഞാൻ പേടിച്ചു പോയി ഗൈസ്. നമ്മളെ സിറ്റി മുഴുവൻ തകർക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പേടിച്ചത്. പിന്നാണ് ഗൈസ് നമുക്ക് മനസ്സിലായി ഗൈസ്, നമ്മൾ സൂപ്പർമാൻ്റെ പവറിൻ്റെ ഷൂട്ടിങ്ങുകളൊക്കെ സൂപ്പർമാൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. എന്നാലും സൂപ്പർമാൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്. സൂപ്പർമാൻ അവിടെ ഉണ്ടെങ്കിൽ ഗൈസ് തീരും കേട്ടോ. സൂപ്പർമാൻ അവിടെ കാണല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. സൂപ്പർമാൻ്റെ വണ്ടി ഇല്ലെങ്കിൽ ഗൈസ് അവിടെ ഇല്ലെന്നാണ് ഗൈസ് അതിൻ്റെ ഒരു അർത്ഥം. അവിടെ വണ്ടി ഉണ്ടെങ്കിൽ ഗൈസ് തീർന്നു ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ നമ്മളെ സൂപ്പർമാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ ഹൾക്ക് ഇവിടെ വലുതായിട്ടൊന്നും ചെയ്തില്ല. ഇപ്പോൾ ആർമി ബേസിലാണെന്നാണ് കളി എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അവരാണെങ്കിൽ ഷോക്ക് ഗണ്ണ് വെച്ച് ഷോക്ക് അടിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എന്തായാലും ഇവിടെയും ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
എൻ്റെ പൊന്നു ഈ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ആരും ഇല്ലല്ലോ. ഈ ഗേറ്റിൻ്റെ ഇവിടെ ഇട്ടേക്കാം ഗൈസ്, അല്ലെങ്കിൽ ഇന്ന് ഗേറ്റെല്ലാം ലോക്കായി പോയാലോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വണ്ടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഷൂട്ടിങ്ങുകളൊക്കെ ഇടാൻ പോവുകയാണ്. എന്തായാലും ഗൈസ് ഇതിൻ്റെ അകത്ത് പോയി ഗൈസ് ഷൂട്ടിങ്ങുകളൊക്കെ ഇട്ടിട്ട് വരാം ഗൈസ്. ഗൈസ് എന്തായാലും നമുക്കാണെങ്കിൽ ആ പവറുകളൊക്കെ കിട്ടിയായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ ചെറിയ ടെസ്റ്റ് ഡ്രൈവിങ്ങുകളൊക്കെ നടത്തിയായിരുന്നു ഈ പവർ വെച്ച് ഗൈസ്. അടിപൊളി ഒരു ലേസർ പവർ ആണ് കേട്ടോ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പവറിങ്ങുകളൊക്കെ നല്ല കൂടിയിട്ടുണ്ട് ഗൈസ് ലേസറിൻ്റെ. അപ്പം നല്ല പവറിങ്ങുകളൊക്കെ കൂടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ടെസ്റ്റിങ്ങുകളൊന്നും കാണിച്ചു തരാൻ ആരും ഇല്ലല്ലോ ഗൈസ്. നമ്മൾ ശത്രുക്കളും എല്ലാം വരുന്നെങ്കിൽ ഗൈസ് ഞാൻ ടെസ്റ്റിങ്ങുകളൊക്കെ കാണിച്ച് തരായിരുന്നു ഗൈസ്. ഇവിടെ ശക്തിക്കുറവായിട്ട് ആരുമില്ല ഗൈസ്. എന്തായാലും നമ്മൾ ആർമി ബേസിലുകളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ സൂപ്പർ പവറുകളൊക്കെ ആക്കിയെന്ന് ഗൈസ്. അവരെന്നെ വെടിവെക്കുമെന്നാണ് ഗൈസ് എനിക്ക് അടുത്തൊരു പേടി ഗൈസ്. നമ്മൾ ഹൽക്കല്ലേ ഗൈസ് പോകുന്നത്, ഞാൻ ഹൽക്കിന് നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് ഹൽക്കാണ് കേട്ടോ ഗൈസ്, നല്ല ഓടുന്നുണ്ട് കേട്ടോ ഗൈസ്. അയാളാണെങ്കിൽ ഗൈസ് നമ്മളാണെങ്കിൽ നമ്മളെ ലേസർ വെച്ച് അയാളെ പൂട്ടാൻ നോക്കുന്നുണ്ട് ഗൈസ്. അയാൾക്ക് ഇൻവിസിബിൾ ആവാനുള്ള കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇൻവിസിബിൾ ആവാനുള്ള നല്ല കഴിവുണ്ട് ഗൈസ്. നമ്മൾ കാറിലോട്ടുകളൊക്കെ നമ്മൾ ലേസറൊക്കെ അടിക്കുകയാണ് കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം ഗൈസ് അവൻ ഇമ്പോസിബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതാണ് ഗൈസ് അവൻ വേറെ പരിപാടി ചെയ്യുന്നത് ഗൈസ്. ഞാൻ എന്തായാലും അവനെ പൂട്ടാനുള്ള പകുതി പണി നോക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും മിലിറ്ററി ബേസിലോട്ടാണ് ഗൈസ് അവൻ കയറി പോകുന്നത്. എന്നെ മിലിറ്ററി ബേസ് തോട്ടെ ഗൈസ്. അവൻ ഭയങ്കര ഓട്ടവും ചാട്ടവും ആണ് ഗൈസ്. ഇമ്പോസിബിൾ ആണ് ഗൈസ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. അവൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ ഒരു പുക പോലെ ആവും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവൻ 5-6 വട്ടം നമ്മളെ ലേസറുകളൊക്കെ വെച്ച് ഉപയോഗിച്ച് നമ്മളെല്ലാം അവനെ പൂട്ടുകയാണോ ഗൈസ്. അവന് ഞാൻ നല്ല ശക്തികളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് അവനെ പൂട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ അവനാണെങ്കിൽ അങ്ങോട്ടാണ് ഗൈസ് പോയത് ഗൈസ്. എങ്ങോട്ട് പോയാലും നമുക്കൊരു കുഴപ്പമില്ല ഗൈസ്. അവൻ നമ്മൾക്ക് ഗൈസ്. ഇവരെന്നെ വെടിവെക്കുന്നു ഗൈസ്. എന്തിനു ഗൈസ്? ഗൈസ് നമ്മളെ വെടിവെക്കുന്നു ഗൈസ്. നമ്മൾ ഈ ലോകത്തിനെ രക്ഷിക്കാൻ വന്നപ്പം നമ്മളെ വെടിവെച്ചാൽ നമുക്ക് ദേഷ്യം വേണ്ടി നമ്മളെ ലേസറാണ് ഇരിക്കുന്നത്. എല്ലായിടത്തിനും ഞാൻ അടിച്ചിടും. ഹൽക്കിനെ അടിച്ചിടും, ഇവിടുത്തെ ഉള്ളവരെ അടിച്ചിടും. ഇനി ഞാനാണ് ഇവിടുത്തെ രാജാവ്. ആർമിക്കാർ വല്ലാത്ത പണിയാണ് ഗൈസ് കാണിച്ചത്. അവരാണെങ്കിൽ എന്നെ വെടിവെക്കുന്നു ഗൈസ്. വല്ലാത്ത പരിപാടി. ഒറ്റ എടുത്തോണ്ട് എന്നെ ഓടി വരുന്നു. പോടാ എൻ്റെ പവറാണെന്ന് വെച്ചാൽ ഇപ്പം വല്ലാത്ത പവറാണ്. എന്തായാലും നമ്മളെ ഹൽക്കിനെകളൊക്കെ പൂട്ടണം. എന്നിട്ട് വേണം ഈ ലോകത്തിലുള്ള എല്ലാവരും എനിക്കാണെങ്കിൽ അവരെ ആരാധിക്കാൻ. ഞാനാണ് ഗൈസ് ഇവിടുത്തെ ഇത് കേട്ടോ ഗൈസ്. ഞാനായിരിക്കും ഇവിടുത്തെ ഒരു ക്യാരക്ടർ കേട്ടോ ഗൈസ്, ഇവിടുത്തെ ഒരു നടൻ പോലെ ഗൈസ്. നമുക്കല്ലേ ഇത്രയും വലിയ ശക്തി ഗൈസ്. സൂപ്പർമാൻ ഇല്ലാത്ത എന്തുകൊണ്ട് ഭാഗ്യം. എല്ലാം എനിക്ക് കിട്ടും ഗൈസ്. നമുക്ക് അവാർഡൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളെ ഹൽക്കിനെകളൊക്കെ പൂട്ടിയിട്ട് കാണാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നീണ്ടൊരു പരിശ്രമത്തിനൊടുവിൽ ഗൈസ് അവനെങ്ങളൊക്കെ ഞാൻ പൂട്ടിയിട്ടുണ്ട്. നമ്മളെ ഹൽക്കിനെയും കാണാം. എന്തായാലും വല്ലാത്തൊരു പൂട്ടലായിരുന്നു ഗൈസ്. അവനാണെങ്കിൽ ഭയങ്കര ശക്തിയുമായിട്ടാണ് അവൻ വന്നത്. ഇരട്ടി ശക്തിയൊക്കെ ആയിട്ടാണ് അവൻ വന്നത്. വലിയ കാര്യത്തെ നമ്മളത്തെ ഇരട്ടി ശക്തിയൊന്നും നടന്നില്ല കേട്ടോ ഗൈസ്. നമ്മളതിലാണെങ്കിൽ ലേസറാണുള്ളത് ഗൈസ്. ഒരു കാർ പോകുന്നു കേട്ടോ ഗൈസ്. എന്തായാലും ആ കാറിൽ ഞാൻ പവർ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ പവറും കാലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു ദിവസം ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഗൈസ്. അതും വലിയൊരു ശക്തിയുള്ള ഒരാളെ ആക്കിയാണെങ്കിൽ ഗൈസ് ഇതുപോലെ ആവും കേട്ടോ ഗൈസ്. എന്തായാലും നമ്മളാണെങ്കിൽ നേരെ പോകുന്നുണ്ട്.